മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കാണും. വീണ്ടും പറയുന്നു, സംശയം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നേരിട്ട് അറിയാനും വയ്യ. ഓക്കെ, ഇന്ന് ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു 8 പോയിൻറ്റ്സ് വരുന്ന ഒരു പ്രോബ്ലം അതോടുകൂടി അക്കൗണ്ട് ഇക്വേഷൻ നിങ്ങൾ വളരെ സ്മാർട്ടാവുന്നു. അതിനപ്പുറത്തൊരു പ്രോബ്ലം ചെയ്യാനില്ല. അതിനു മുമ്പ് 2 കാര്യം കൂടി എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. 2 ട്രാൻസാക്ഷൻസ് ഞാൻ ബോർഡ് എഴുതിയിരിക്കുകയാണ്. ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആൻഡ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്യാഷ് ഓഫീസിൽ ക്യാഷ് സൂക്ഷിക്കുന്നതിന് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയും. ഓഫീസിൽ ക്യാഷ് സൂക്ഷിക്കുന്നത് ചെറിയ എമൗണ്ടാണ്. പെറ്റി എക്സ്പെൻസസിന്, ചെറിയ എക്സ്പെൻസസിന് വേണ്ടി മാത്രമേ ക്യാഷ് ഞങ്ങൾ ഓഫീസിൽ സൂക്ഷിക്കാറുള്ളൂ. അസറ്റിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ആദ്യം പറഞ്ഞ അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡാണ്. കൂടുതൽ തുകയും ഞങ്ങൾ ബാങ്കിലാണ് നിക്ഷേപിക്കുക. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, 25,000 രൂപ മാത്രമേ ഓഫീസിൽ കാണാമോ. 25,000-ക്കാളും കൂടുതൽ തുക, ഒരു 50,000 രൂപ വന്നാൽ 25,000 രൂപ ഉടനെ തന്നെ ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നുവെച്ചാൽ പേയ്മെൻറ്റ്സ് ഞങ്ങൾ കൊടുക്കുന്നത് ലിക്വിഡ് ക്യാഷ്, റുപ്പി, രൂപയല്ല കൊടുക്കുക. പേയ്മെൻറ്റ് എല്ലാം കൊടുക്കുന്നത് ത്രൂ ബാങ്കാണ്. ത്രൂ ബാങ്ക് മീൻസ് ഞങ്ങൾ ചെക്ക് എഴുതിയാണ് പേയ്മെൻറ്റ്. ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ തന്നെ ചെക്ക് എഴുതിയാണ്. അപ്പോൾ കൂടുതൽ പൈസ നിക്ഷേപിക്കേണ്ടതും ഇവിടെ തന്നെയാണ്, ബാങ്കിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എക്സസ് പൈസ വരുമ്പോൾ ഞങ്ങൾ ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ക്യാഷ് കൊണ്ടുപോയി എവിടെ ഡിപ്പോസിറ്റ് ചെയ്യും, ബാങ്ക് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ക്യാഷ് ആവശ്യം വരുമ്പോൾ ക്യാഷ് ബാങ്കിൽ നിന്ന് പിൻവലിക്കും. അത് നിരന്തരം ട്രാൻസാക്ഷനാണ്. ഒരു ദിവസം തന്നെ ക്യാഷ് ഡിപ്പോസിറ്റിൻ്റെ ബാങ്ക് കാണും, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്കാണ്. ഇപ്പോഴെപ്പോഴും ഞങ്ങൾ ബാങ്കുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയും. അവർ ക്യാഷ് വിത്ത് ബാങ്ക്, ഞങ്ങളുടെ ക്യാഷ് ബാങ്കിലാകുമ്പോൾ ഞങ്ങളുടെ ഡിപ്പോസിറ്റ് ബാങ്കിലാണ്, ഞങ്ങളുടെ പൈസ ബാങ്കിലാണ്. അതിനാണ് ഞങ്ങൾ പറയുക ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഞങ്ങളുടെ അസറ്റ് തന്നെയാണ്. നേരെ മറിച്ച് ബാങ്ക്സ് ക്യാഷ് വിത്ത് മീ, ബാങ്കിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അതിനർത്ഥം ബാങ്കിൽ നിന്ന് ഞാൻ കൂടുതൽ പൈസ എടുത്തിരിക്കുന്നു, അത് തിരിച്ചു കൊടുക്കണം. അതിനാണ് പറയുക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നിങ്ങൾ +1 ആയതുകൊണ്ടാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഞാൻ വീണ്ടും പറയുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഞങ്ങളെ നിക്ഷേപത്തെക്കാളും കൂടുതൽ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുകയാണ് എങ്കിൽ ആ തുക തിരികെ കൊടുക്കേണ്ടതുണ്ട്. ബാങ്കിൻ്റെ പൈസ ഞങ്ങളുടെ കയ്യിലാണ്, തിരികെ കൊടുക്കണം. അതിന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. അസറ്റ്സിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു. ക്യാഷ് ഇൻ ഹാൻഡ് മുതൽ തുടങ്ങും, ഗുഡ് വില്ലിൽ വന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അസറ്റിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഒരു അസറ്റ് ഞാൻ വിട്ടുപോയി, മോട്ടോർ വെഹിക്കിൾസ് വിട്ടുപോയി. ശരിയല്ലേ? അതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബിൽ റിസീവബിളും ഡെറ്റേഴ്സും സ്റ്റോക്കും എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസും അക്രൂഡ് ഇൻകവും, ഇതിനെയെല്ലാം ഞാൻ ആദ്യം വരെ തുടങ്ങി. ഇതിനെയൊക്കെ ഒരു പ്രത്യേക അസറ്റ് എന്നാണ് പറയുക, ഒരു പ്രത്യേക വാക്കിലാണ് പറയുക. ഇതിനെയൊക്കെ പറയുക കറണ്ട് അസറ്റ്സ് എന്നാണ് പറയുക. ഈ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞ് പിന്നീട് പറയുന്ന അസറ്റ്സ് എല്ലാം ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പോൾ കുട്ടി അസറ്റ്സിൻ്റെ ലിസ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അസറ്റിൻ്റെ ലിസ്റ്റ് കുട്ടി പറയും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബിൽ റിസീവബിളും സ്റ്റോക്കും, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബിൽ റിസീവബിളും ഡെറ്റേഴ്സും സ്റ്റോക്കും എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസും അക്രൂഡ് ഇൻകം. ഇതെല്ലാം പറയുമ്പോൾ കുട്ടി പറയും ഇതിനെയൊക്കെ പറയുക കറണ്ട് അസറ്റ്സ് എന്നാണ് പറയുക. ഈ അസറ്റ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അസറ്റ്സൊക്കെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ
എന്താക്കി മാറ്റാൻ കഴിയും, ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റ്സിനെയാണ് പറയുക കറണ്ട് അസറ്റ്സ് എന്ന് പറയുക. മറ്റൊന്നും ഞങ്ങൾക്ക് ക്യാഷാക്കി മാറ്റാൻ ആഗ്രഹമില്ലാത്തതാണ്, ബാക്കിയെല്ലാം ഫിക്സഡ് അസറ്റ്സാണ്. ഫിക്സഡ് അസറ്റ്സ് നമ്മൾ പറയും, ഫിക്സഡ് അസറ്റ്സ് പറയും, ശരിയാണല്ലോ. ലൂസ് ടൂൾസും ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറിയും മോട്ടോർ വെഹിക്കിൾസും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും കോപ്പിറൈറ്റും പേറ്റന്റ് റൈറ്റും ട്രേഡ് മാർക്കും ഗുഡ്വില്ലും ഒക്കെ ഏത് അസറ്റാണ്? ഫിക്സഡ് അസറ്റ്സാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും, ക്യാഷായി വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന അസറ്റ്സിനെയാണ് ഞങ്ങൾ പറയുക കറണ്ട് അസറ്റ്സ് എന്ന് പറയുക. കറണ്ട് അസറ്റ്സിന് എക്സാമ്പിൾ പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും റിസീവബിളും ഡെറ്റേഴ്സും സ്റ്റോക്കും എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസും അക്രൂഡിങ്ങും ഒക്കെ പറയും. ബാക്കി അസറ്റ്സ് ഞങ്ങൾ പറയും ഫിക്സഡ് അസറ്റ്സ് എന്നാണ് പറയുക. ഫിക്സഡ് അസറ്റ്സിനെയാണ് രണ്ടായിട്ട് ഞങ്ങൾ നേരത്തെ തിരിച്ചത്, ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും. ഓക്കെ, ഞാനിവിടെ കറണ്ട് അസറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു പറഞ്ഞുള്ളത്. എൻ്റെ അക്കൗണ്ട് ഇക്വേഷനുമായിട്ടൊന്നും ബന്ധമില്ല. കുറച്ച് കഴിയുമ്പോൾ അക്കൗണ്ട്സ് അസറ്റ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളെ കൂട്ടുകാരോട് ഇങ്ങനെ പറയും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ പറയും ഇതെല്ലാം കറണ്ട് അസറ്റ്സാണ്, ഇതൊന്നും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട അസറ്റ്സ് അല്ല, ഇതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന അസറ്റ്സിനെയാണ് പറയുക കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. മറ്റൊന്നും ഞങ്ങൾ ക്യാഷാക്കി മാറ്റുന്നില്ല, സ്ഥിരമായി ബിസിനസ് ഉപയോഗിക്കണം എന്നുദ്ദേശിക്കുന്ന അസറ്റ്സാണ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ലൂസ് ടൂൾസ് മുതൽ അങ്ങ് തുടങ്ങും. ലൂസ് ടൂൾസും ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറിയും മോട്ടോർ വെഹിക്കിൾസും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അത് ഫിക്സഡ് അസറ്റ്സ്. ഇനി വരാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ്. കോപ്പറേറ്റും പേറ്റന്റ് റൈറ്റും ട്രേഡ് മാർക്കും ഗുഡ്വില്ലും. അവസാനം പറഞ്ഞ 4 അസറ്റ് ഫിക്സഡ് അസറ്റ്സ് ആണ്. അതിൻ്റെ വേറെ നേച്ചർ അനുസരിച്ചാണ്, വേറെ സ്വഭാവം അനുസരിച്ച് ഫിക്സഡ് അസറ്റ്സിന് രണ്ടായിട്ട് അവർ പറയും, ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും ഒക്കെ പറയും. ഇത് ഒന്നും സംസാരിക്കാനല്ല നിങ്ങളുടെ സാറ് ഇവിടെ വന്നത്. നിങ്ങളുടെ സാറിന് 2 ട്രാൻസാക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ക്യാഷ് എവിടെ നിങ്ങൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്, ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്. ശരിയാണല്ലോ. ഇവിടെ 2 കഥാപാത്രമാണുള്ളത്, ഒന്ന് ക്യാഷാണ്, ഒന്ന് ബാങ്കാണ്. ക്യാഷ് മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്. ഞാൻ അത്ര എഴുതിയില്ലെന്നേ ഉള്ളൂ, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ശരിയാണല്ലോ. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, നിങ്ങൾ ക്യാഷ് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ 25,000 രൂപ ഇവിടെ കൂടുതൽ ഇരിക്കുന്നു, 25,000 രൂപ നിങ്ങളെവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നിങ്ങളെ സാധനം പറയേണ്ട കാര്യമില്ല. ക്യാഷിൽ എത്ര രൂപ കുറയുന്നു? 25,000 രൂപ കുറയുന്നു. ഈ ക്യാഷ് അന്തരീക്ഷത്തിലൊന്നും ലയിച്ച് ചേർന്നിട്ടില്ല. ഈ ക്യാഷ് എവിടെ ചെന്ന് ചേരുകയാണ്? ബാങ്കിൽ ചെന്ന് ചേരുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ക്യാഷ് ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ക്യാഷിൽ കുറവ് വരുന്നു. ഈ കുറവ് വന്ന ക്യാഷ് എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത്? ഡെപ്പോസിറ്റ് വെച്ചാൽ നിക്ഷേപിച്ചിരുന്നു. എവിടെ നിക്ഷേപിക്കുകയാണ്? ബാങ്ക് കൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള പൈസ ഇങ്ങോട്ട് പോവുകയാണ്. ക്യാഷിൽ പൈസ കുറയുന്നു, ബാങ്കിൽ പൈസ കൂടുന്നു. അടുത്തത് കണ്ട, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇവിടെ പൈസ ഇല്ല, പൈസ തീർന്നു പോയി. വളരെ പെട്ടെന്ന് അതിൻ്റെ പൈസ അങ്ങ് തീർന്നു പോയി. അങ്ങടെ പൈസ ബാങ്ക് കിടക്കുകയാണ്. ശരിയല്ലേ? ഉടൻ തന്നെ ഞങ്ങൾ ചെക്ക് എഴുതി കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ബാങ്കിൽ നിന്ന് പൈസ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഓക്കെ, ബാങ്കിൽ നിന്ന് പൈസ ഞങ്ങളുടെ കയ്യിലെത്തുകയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ നിന്ന് ഞങ്ങൾ ഇപ്പോഴും പിൻവലിച്ച തുക എത്രയാണ്? 50,000 രൂപ. 50,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ബാങ്കിൽ കുറയുന്നു, ക്യാഷിൽ കൂടുന്നു. ഓക്കെ, ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സംഭാഷണം മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി കുട്ടി വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുത്തേ. ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ ബാങ്ക്, ക്യാഷ് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടുപോയി. ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷിൽ കുറവ് വരുന്നു. എവിടെ കൂടുകയാണ്? ബാങ്കിൽ കൂടുകയാണ്. അടുത്ത പറഞ്ഞ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ക്യാഷ് എവിടെ നിന്ന് പിൻവലിക്കുന്നു? ബാങ്കിൽ നിന്ന് പിൻവലിച്ചു കൊണ്ട് വരുന്നു.
ബാങ്കിൽ നിന്ന് 50,000 രൂപ പിൻവലിക്കുമ്പോൾ ബാങ്കിൽ 50,000 രൂപ കുറയുന്നു, ക്യാഷിൽ എത്ര രൂപ കൂടുന്നു? 50,000 രൂപ കൂടുന്നു. ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടാണ് ഇത് പറഞ്ഞത്. എന്നാലും കുട്ടി അവിടെ ഇങ്ങനെ എഴുതി വയ്ക്കും, ക്യാഷ് എന്ന് എഴുതിയിട്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്കാണ്. ക്യാഷ് കുറയുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ബാങ്ക് കൂടുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും, ഒരു ആരോ കാണിക്കും. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണ്. കണ്ട, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണ്. ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബാങ്ക് കുറയുന്നു. ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാഷ് പൊസിഷൻ കൂടുന്നു. ഇങ്ങനെ എഴുതി വയ്ക്കുക, പിന്നീട് നിങ്ങൾക്ക് സഹായം ആകും. ഓക്കെ, അത് ഞാൻ അങ്ങ് തട്ടുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ശരി, നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡറ്റാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഇക്വേഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് വാസ്തവത്തിൽ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാനൊക്കെ ഉദ്ദേശിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഓൺലൈനിലും ലാസ്റ്റ് പ്രോബ്ലം ബുദ്ധിമുട്ട് വന്നാൽ, കൂടുതൽ ട്രാൻസാക്ഷൻസ് വന്നാലും ഓൺലൈനിൽ പഠിപ്പിക്കാനും കുട്ടിക്ക് സാറിന് കഴിവുണ്ടാകണമല്ലോ, കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണമല്ലോ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പോഴും 3 ട്രാൻസാക്ഷൻസ് ആയിരുന്നു. പിന്നീട് 4 ട്രാൻസാക്ഷൻസേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 5 ഏതോ ഒരു പ്രോബ്ലത്തിന് വന്നു, ബാക്കിയില്ല. ഇത് 8 ട്രാൻസാക്ഷൻസ്. 10 വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഒരു തവണ സെപ്റ്റംബറിൽ എന്ന് വെച്ചാൽ +1 ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യന് നമുക്കൊന്ന് സംസാരിക്കാം. ഷോ ദി ഇമ്പാക്റ്റ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അക്കൗണ്ട് ഇക്വേഷൻ. ഷോ ദി ഇമ്പാക്റ്റ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അക്കൗണ്ട് ഇക്വേഷൻ. പുതിയ വാക്കുകൾ പഠിക്കണം. അക്കൗണ്ടിങ് പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുക. അക്കൗണ്ടൻസിയിൽ ഇത്തിരി ഇംഗ്ലീഷ് അധ്യാപകർ സംഭാവന ചെയ്തതിനേക്കാളും കൂടുതൽ വാക്കുകൾ, കൂടുതൽ ടേംസ് അക്കൗണ്ടിങ് അധ്യാപനാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ, നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേംസ് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയത് അക്കൗണ്ടിങ് അധ്യാപനത്തിൽ നിന്നായിരിക്കും. ഷോ ദി ഇമ്പാക്റ്റ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അക്കൗണ്ട് ഇക്വേഷൻ. അക്കൗണ്ട് ഇക്വേഷനിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻ്റെ സ്വാധീനം, ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, എഫക്റ്റ് കാണിക്കാം. ഒരു 8 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. മിക്കവാറും ഈ ഡി ആകുമ്പോൾ എനിക്ക് ഇവിടം വരെ എഴുതാൻ നോക്കും. പിന്നീട് ഞാൻ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പിന്നെ മുകളിൽ നിന്ന് എഴുതിയാലേ വെക്കും. കാര്യം ഇത് വലിയ ബോർഡായിട്ടും ഇതാണ് നമ്മുടെ ഒരു പരിമിതി. ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടെന്ന് നോക്കുക. ഓൺ 1st January 2008 ഉമേഷ് സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ₹5 lakhs. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലങ്ങളൊന്നും ഡേറ്റ് പറഞ്ഞില്ലായിരുന്നു. ഏതായാലും ശരി, എന്നാൽ ഞങ്ങൾ അക്കൗണ്ട് ഇക്വേഷൻ തുടങ്ങുന്നത് ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതിയാണ്. വലത് സൈഡിലാണല്ലോ ഞങ്ങൾ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഡേറ്റ് കൂടെ എഴുതണമെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഓൺ 1st January 2008 ഉമേഷ് സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാഷ്. ഈ ബിസിനസ് വിത്ത് ₹5 lakhs എന്നേ ഉള്ളൂ, ക്യാഷ് ഒന്നുമില്ല. അവിടെ അണ്ടർസ്റ്റുഡാണ്. 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. പുതിയ ഒരു അസറ്റ് വന്നു എന്ന് പറയേണ്ട, ഇവൻ തന്നെയാണ് നിങ്ങളുടെ ജീവൻ, ഇവൻ തന്നെയാണ്. ഞങ്ങളിതാ ഒരു അസറ്റ് എഴുതുകയാണ്. ഒക്കെ പേടി, അങ്ങേറ്റം വരെയൊക്കെ എത്തുമെന്നൊരു പേടി. അതുകൊണ്ട് ഒത്തുകൂടെ ഇങ്ങോട്ട് നിങ്ങൾ കാണാമെന്ന് ഉള്ള പ്രതീക്ഷ. ആദ്യ അസറ്റ് എഴുതി കഴിഞ്ഞു, ക്യാഷ് പ്ലസ്. അപ്പോൾ ഇടത് സൈഡിൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നൊക്കെ എൻ്റെ പറച്ചിലൊക്കെ നിന്നുപോയി കേട്ടോ. ഞാൻ അസറ്റ്സ് അങ്ങ് എഴുതുകയാണ്. ഇതിൻ്റെ മുകളിൽ അസറ്റ്സ് ഒന്നുണ്ട്. ആദ്യത്തെ അസറ്റ്സ് ക്യാഷാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം ക്യാപിറ്റലാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അടുത്തത്, ഓൺ 5th January 2008 പർച്ചേസ്ഡ് ലാൻഡ് ഫോർ ₹1 lakh. ഓക്കെ, ഞങ്ങൾ ലാൻഡ് വാങ്ങി, ഭൂമി വാങ്ങി, 1 ലക്ഷം രൂപയുടെ ഭൂമി വാങ്ങി. അടുത്ത അസറ്റും കൂടെ വരെയാണ്, കണ്ട, ലാൻഡ് എന്ന് പറയുന്ന അസറ്റും കൂടെ വരിക. ഭൂമി വാങ്ങിയപ്പോഴുള്ള എഫക്റ്റ് ആലോചിക്കുകയാണ്.
ഭൂമി കണ്ട നടന്ന് നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. 1,00,000 രൂപയുടെ ലാൻഡ് നിങ്ങൾക്ക് സ്വന്തമാവുകയാണ്. അതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഓൺ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ശരിയാണല്ലോ. ലാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കിയപ്പോഴും അതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? ക്യാഷ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ അതിന് ഒന്നും എഫക്റ്റ് ഇല്ല. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സെയിം തന്നെയാണ്. ബി, ലാൻഡ് വാങ്ങി. അടുത്തത് സി, നിങ്ങൾ മെഷീനറി വാങ്ങുകയാണ്. ഇതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് വാങ്ങുന്നത്. നിങ്ങളുടെ സ്ഥാപനം എന്ന് വരാം. നിങ്ങളുടെ സ്ഥാപനം ഗോയിങ് ഫോർ എവർ, അതൊരിക്കലും അവസാനിക്കില്ല. ഹ്യൂമൻ ബീയിങ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ തീരും, അടുത്ത തലമുറ വരും. ബട്ട് ബിസിനസ് കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരീഡിലേക്ക് പോകും. അപ്പോൾ ആ ലോങ് പീരീഡ് സ്ഥിരമായി ബിസിനസ് നിലനിൽക്കുന്ന എത്ര വർഷം ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ലാൻഡും മെഷീനറിയെ പോലുള്ള അസറ്റ് ഞങ്ങൾ വാങ്ങുക. ലാൻഡ് കഴിഞ്ഞു, അടുത്ത അസറ്റ് വന്നു കഴിഞ്ഞു, മെഷീനറി. എന്നിട്ട് കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ, മെഷീനറി വന്നു, ശരിയാണല്ലോ. ഓക്കെ, മെഷീനറി വന്നു. മെഷീനറി വാങ്ങിയാൽ അതിന് പകരം എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അപ്പം മെഷീനറി വരികയും അതിന് തുല്യമായിട്ടുള്ള തുക, ശരിയാണല്ലോ, 50,000 രൂപ എവിടെ നിന്ന് കുറയും? ക്യാഷിൽ നിന്ന് കുറയും. ഒക്കെ ഇങ്ങനെ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡി കണ്ട, പർച്ചേസ്ഡ്, ഞാൻ ഡേറ്റ് വായിച്ചില്ല. ഓൺ 20th January 2008 പർച്ചേസ്ഡ് ഗുഡ്സ് ₹4 1 lakh ഓൺ ക്രെഡിറ്റ് ഫ്രം രാജു. നിങ്ങൾ 1,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ 1,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന അസറ്റ് ഞാൻ പറയേണ്ട കാര്യമില്ല, സ്റ്റോക്ക്. വേണ്ട, സ്റ്റോക്ക് നിങ്ങൾക്ക് ഇതാ സ്വന്തമാവുകയാണ്. ക്യാഷ് കൊടുത്തു എന്ന് നോക്കുക. ക്യാഷ് കൊടുത്തെങ്കിൽ ക്യാഷിൽ നിന്ന് കുറയ്ക്കാം. പക്ഷേ യു ആർ വെരി ഷാർപ്പ്, നിങ്ങൾ വളരെ ഷാർപ്പാണ്. ഗുഡ്സ് എപ്പോൾ വാങ്ങിയാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, വാങ്ങിയത് ഓൺ ക്യാഷ് ആണോ ഓൺ ക്രെഡിറ്റ് ആണോ എന്ന് നോക്കും. വാങ്ങിയത് വളരെ വ്യക്തമായിട്ട് പറയാണ്, ഓൺ ക്രെഡിറ്റ് ഫ്രം രാജു. രാജുവിൻ്റെ നിന്ന് വാങ്ങിയിരിക്കുകയാണ്. ക്യാഷ് ഈസ് നോട്ട് ഗോയിങ്, ക്യാഷ് പോകുന്നില്ല. അതിന് പകരം നിങ്ങൾ പൈസ കൊടുക്കാനുണ്ട്. ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? രാജുവിന് പൈസ കൊടുക്കാനുണ്ട്. രാജു ഈസ് യുവർ ക്രെഡിറ്റർ. കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുക. ഹു ഈസ് രാജു? രാജു ഈസ് ദി ക്രെഡിറ്റർ. ഹു ഈസ് ദി ക്രെഡിറ്റർ? ബിസിനസ് ഓസ് മണി ടു ഹിം. ബിസിനസ് പുള്ളിക്കാരന് പൈസ കൊടുക്കാറുണ്ട്, ശരിയാണല്ലോ. അതെങ്ങനെ ഉണ്ടായി? ബിക്കോസ് വി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഹിം ഓൺ ക്രെഡിറ്റ്. ഞങ്ങൾ ഗുഡ്സ് അവൻ നിന്ന് വാങ്ങിയത് ക്രെഡിറ്റിനാണ്, കടത്തിനായി. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരന് പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ലൈബിലിറ്റി വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പോയി എഴുതുന്നില്ല. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി വന്നിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് കണ്ട, 25th January 2008 ഡിപ്പോസിറ്റ് ₹2 lakhs ഇൻറ്റു ബാങ്ക്. 2,00,000 രൂപ നിങ്ങൾ കൊണ്ടുപോയി എവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു? ബാങ്കിൽ. നിങ്ങൾക്ക് ക്യാഷ്, നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ ക്യാഷ് വെക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് 2,00,000 രൂപ എടുത്ത് നിങ്ങൾ എവിടെ കൊടുത്തിരിക്കുകയാണ്? ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാഷിൽ നിന്ന് 2,00,000 രൂപ കുറയുന്നു. ഈ പൈസ അന്തരീക്ഷത്തിലൊന്നും പോയില്ല, അന്തരീക്ഷത്തിലൊന്നും ലയിച്ച് ചേർന്നിട്ടില്ല. യുവർ മണി വിത്ത് യുവർ ബാങ്ക്. നിങ്ങളുടെ മണി ഈസ് ഇൻ ബാങ്ക്. നിങ്ങളുടെ ബാങ്കിലുണ്ട്. പുതിയ അസറ്റ് വന്നിട്ടുണ്ട്. ബാങ്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുണ്ട്? 2,00,000 രൂപയുണ്ട്. വേണം എന്തിനാ ഉണ്ടാക്കിയത് അല്ലേ? ഓൺ 25th January 2008 ഡിപ്പോസിറ്റ് ₹2 lakhs ഇൻറ്റു ബാങ്ക്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ അക്കൗണ്ടൻ്റ് കാണും അല്ലേ, എന്ത് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കറിയാം. ക്യാഷ് ഡിപ്പോസിറ്റ് ₹2 lakhs ഇൻറ്റു ബാങ്ക്. 2,00,000 രൂപ എവിടെ നിക്ഷേപിക്കുകയാണ്? ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള 2,00,000 രൂപ അതാ പോകുന്നു. എവിടെ ചെന്ന് ചേരുകയാണ്? ബാങ്കിൽ ചെന്നില്ല. ഇവിടെ നിന്ന് കുറയുന്നു, ഇവിടെ കൂടുന്നു. ഓക്കെ, 26th January 2008 പർച്ചേസ് ഫർണിച്ചർ ₹25,000. പുതിയ ഒരു അസറ്റും കൂടി കണ്ട. അസറ്റൊക്കെ നിങ്ങൾ സാറ് നേരത്തെ പഠിപ്പിച്ചതിൻ്റെ ഓരോ മനസ്സിലാകുന്നുണ്ട്. അടുത്തൊരു ഫിക്സഡ് അസറ്റ്സും കൂടി വന്ന് ഫർണിച്ചറും കൂടി വന്നു. കണ്ട,
ഫർണിച്ചർ വാങ്ങിയല്ലേ? ഫർണിച്ചർ 25,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ഇഞ്ഞ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടാ, ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ ഇങ്ങോട്ട് വന്നു, 25,000 രൂപയുടെ ഫർണിച്ചർ വന്നു. അജയ് സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, അക്കൗണ്ടിങ്ങിൽ എല്ലാത്തിനും ഡ്യുവൽ ആസ്പെക്റ്റാണ്. ഫർണിച്ചർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും കൊടുത്തേ മതിയാവൂ. തീർച്ചയായിട്ടും ഫർണിച്ചർ 25,000 വാങ്ങിയപ്പോൾ നിങ്ങൾ ക്യാഷ് എത്ര കൊടുത്തിട്ടുണ്ടാവും? 25,000 കൊടുത്തിട്ടുണ്ടാവും. പറയേണ്ട കാര്യമില്ല. അടുത്തത് കണ്ടായി, ഇതുവരെ വരാത്ത കാര്യം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. മുൻപേ എക്സ്പ്ലെയിൻ ചെയ്യാത്ത നിങ്ങളെക്കുറിച്ച് എനിക്ക് അത്രയും വിശ്വാസമാണ്. അത് നോക്കി, ഓൺ 27th January 2008 ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ റുപ്പീസ് 1 lakh. 27th January 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തു അഡീഷണൽ ക്യാപിറ്റൽ റുപ്പീസ് 1 lakh. 1,00,000 രൂപ കൂടി ബിസിനസ്സിലേക്ക് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുള്ളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ പുള്ളി ഉമേഷ് 5,00,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേ പുള്ളിക്കാരൻ എത്ര ലക്ഷം രൂപ കൊണ്ടുവരികയാണ്? 1,00,000 രൂപ കൊണ്ടുവരികയാണ്. അപ്പോൾ ക്യാഷ് 1,00,000 രൂപ കൂടി. ശരിയല്ലേ? 5,00,000 രൂപ ക്യാപിറ്റലുള്ള ആൾ അഡീഷണൽ വാക്ക് തന്നെ അഡീഷണൽ വാക്ക് തന്നെ അത് പറയുന്നുണ്ട്. അഡീഷണലായിട്ട് 1,00,000 രൂപ കൊണ്ടുവന്നു, അധികം 1,00,000 കൂടെ കൊണ്ടുവന്നു. അപ്പോൾ 5,00,000 രൂപ നിങ്ങൾക്കൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. 1,00,000 രൂപ വീണ്ടും കൊണ്ട് അവിടെ ഇടുമ്പോഴേ 5,00,000-നോടൊപ്പം 1,00,000 കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ ക്യാപിൽ ഇനി 5,00,000 അല്ല, ക്യാപിൽ 1,00,000 രൂപ കൂടും. ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ലല്ലേ? ഓക്കെ. ഓൺ 30th January 2008 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2 lakhs അല്ലേ? നിങ്ങൾ 2,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങി. 2,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിയത് കടത്തിനൊന്നും അല്ല, നിങ്ങൾ പൈസ കൊടുത്താണ് വാങ്ങിയത്. ഒരു അസറ്റ്, സ്റ്റോക്ക് എന്ന് പറയുന്നൊരു അസറ്റ് ഞാനിവിടെ എഴുതാൻ വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുക, സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് ഓൾറെഡി റിട്ടേൺ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്തിനാണ് എഴുതുന്നത്? ഓക്കെ, ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് ലയബിലിറ്റീസ് ഏതൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലയബിലിറ്റീസ് ഇല്ല, ഒരു ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ലയബിലിറ്റീസ് ഏത് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഏതും കൂടെ എഴുതേണ്ടതുണ്ട്, ക്യാപിറ്റലും കൂടെ എഴുതണം. അപ്പോൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് താഴെ ഏത് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആരാ ക്രെഡിറ്റർ എന്നുള്ളതെന്ന് ഞാൻ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ, പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജാനുവരി 1 ട്രാൻസാക്ഷൻസ് ഞാനൊന്ന് ടിക്ക് ചെയ്തിട്ട് വളരെ ഈസിയായിട്ട് ഞാൻ പറയുകയാണ്. ഉമേഷ് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ₹5 lakhs. 5,00,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്. ക്യാഷ്, ലാൻഡിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല, മെഷീനറിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഫർണിച്ചർ ഇതുവരെ വന്നിട്ടില്ല, ക്രെഡിറ്റേഴ്സ് ഇതുവരെ ഇല്ല. ക്യാപിറ്റൽ ഈ 5,00,000 വന്നത് ഏതിനത്തിലാണ്? ക്യാപിറ്റൽ ഇനത്തിലാണ്. ഓക്കെ, അതെഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് നോക്കിയാണ്. നിങ്ങൾ നോക്കി, പർച്ചേസ്ഡ് ലാൻഡ് ഫോർ ₹1 lakh. 1,00,000 രൂപയ്ക്ക് ലാൻഡ് വാങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലാൻഡ് 1,00,000 വാങ്ങുമ്പോൾ, ലാൻഡ് നിങ്ങൾക്ക് സ്വന്തമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ പോകുന്നു. അതിന് പകരം നിങ്ങൾക്ക് ലാൻഡ് 1,00,000 കിട്ടുന്നു. ശരിയാണല്ലോ. മെഷീനറിക്ക് വ്യത്യാസമില്ല, സ്റ്റോക്കിന് വ്യത്യാസമല്ല, ബാങ്കിന് വ്യത്യാസമല്ല, ഫർണിച്ചർ നോ ചേഞ്ച്, നോ ചേഞ്ച്. എന്നിട്ട് നമുക്കൊരു ലൈനൊന്ന് ഇടാം. ഇട്ടിട്ട് നെറ്റ് എഫക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. 5,00,000 രൂപ കയ്യിലുണ്ടായിരുന്നു, ലാൻഡ് വാങ്ങാൻ 1,00,000 രൂപ ചിലവഴിച്ചു. ഇനി ഞങ്ങളുടെ കയ്യിലുള്ളത് 4,00,000. ലാൻഡ് 1,00,000 നമുക്ക് സ്വന്തമായി.
മെഷറിയെക്കുറിച്ച് പറയുന്ന ട്രാൻസാക്ഷൻസ് ഇതുവരെ എത്തിയിട്ടില്ല. സ്റ്റോക്ക് ഗുഡ്സ് ഇതുവരെ വാങ്ങിയതായിട്ട് പറയില്ല. ബാങ്കിൽ കൊണ്ടുപോയി പൈസയൊന്നും ഇട്ടിട്ടില്ല. ഫർണിച്ചർ വാങ്ങിയിട്ടില്ല. ഗുഡ്സ് വാങ്ങിയ ഇനത്തിൽ ആർക്കും പൈസ കൊടുക്കാനില്ല. ക്യാപിറ്റൽ എത്ര തന്നെയാണ്? 5 ലക്ഷം തന്നെയാണ്. ടാലിയായി. 4 ലക്ഷവും 1 ലക്ഷം കൂടി 5 ലക്ഷം തന്നെയാണ്. ഇനി സി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചേ. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹50,000. 50,000 രൂപയുടെ മെഷീനറി വാങ്ങുകയാണ്. 50,000 രൂപയുടെ മെഷീനറി വാങ്ങുകയാണ്. മെഷീനറി 50,000 രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിന് പകരം നിങ്ങൾ ക്യാഷ് കൊടുക്കണം. ക്യാഷിൽ 50,000 രൂപ കുറയുന്നു. ലാൻഡിനെ കുറിച്ച് ഒന്നും മിണ്ടണ്ട. 50,000 രൂപയുടെ മെഷീനറി ഇതാ വരുന്നു. ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ, കൈവച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. 50,000 രൂപയുടെ മെഷീനറി നിങ്ങൾക്ക് സ്വന്തമാകുന്നു. അതിന് പകരം നിങ്ങൾ 50,000 രൂപ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷിൽ നിന്ന് 50,000 രൂപ കുറയുന്നു. മെഷീനറിയോടൊപ്പം 50,000 രൂപ കൂട്ടുന്നു. സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം വരും. ബാങ്കിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഫർണിച്ചറും അങ്ങനെ തന്നെയാണ്. ഇവിടെയും ഒരു എഫക്റ്റും വന്നിട്ടില്ല. ഇവിടെയും ഒരു എഫക്റ്റും വന്നിട്ടില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്ന് എഴുതാമല്ലോ. 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 50,000 രൂപയുടെ മെഷീനറി വാങ്ങിയപ്പോൾ ഇനി ഞങ്ങളുടെ കൈവശം 3,50,000 ഉള്ളൂ. ഇത് 1 ലക്ഷമാണ്. പുതിയ ഒരു മെഷീനറി വന്നിട്ടുണ്ട്. 50,000-ന് ഒരു മെഷീനറി വന്നിട്ടുണ്ട്. സ്റ്റോക്കിനെ കുറിച്ച് പിന്നീട് നമ്മൾ സംസാരിക്കും. ബാങ്കിനെ കുറിച്ച് പിന്നീട് സംസാരിക്കും. ഫർണിച്ചറെ കുറിച്ച് പിന്നീട് സംസാരിക്കും. ഇത് ഓക്കെ, 5 ലക്ഷം കണ്ട. ഇവിടെ ടോട്ടൽ നോക്കുക, 5 ലക്ഷം തന്നെയാണ്. നാലാമത്തെ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒന്ന് എഴുതാം. On 20th January 2008 purchased goods for ₹1 lakh on credit from രാജു. നല്ല കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഗുഡ്സ് ഞങ്ങൾ 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങി. ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് വാങ്ങിയത്. രാജുവിൽ നിന്ന് കടത്തിന് വാങ്ങി. രാജുവിൽ നിന്ന് കടത്തിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. രാജുവിന് ഞങ്ങൾ പൈസ കൊടുക്കേണ്ടതുണ്ട്. ശരിയാണല്ലോ. ഞങ്ങളുടെ ക്യാഷ് പോയിട്ടില്ല. ഓക്കെ, ലാൻഡിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. മെഷീനറിയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഒന്നുകൂടി പറഞ്ഞ് എത്ര രൂപയുടെ ഗുഡ്സാണ് നിങ്ങൾ വാങ്ങിയത്? 1 ലക്ഷം രൂപയുടെ ഗുഡ്സ്. അപ്പോൾ സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ വന്നു. ഓക്കെ, സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ വന്നു. ബാങ്കിൽ ഒരു എഫക്റ്റും വന്നിട്ടില്ല. ഫർണിച്ചറിൽ ഒരു എഫക്റ്റും വന്നിട്ടില്ല. ശരിയാണല്ലോ. 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഗുഡ്സ് നിങ്ങൾ വാങ്ങിയത് കടത്തിനാണ്. നിങ്ങൾ രാജുവിന് പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റീസാണ്. നിങ്ങളുടെ ലൈബിലിറ്റിയായ ക്രെഡിറ്റേഴ്സിന് 1 ലക്ഷം രൂപ എഴുതി കഴിഞ്ഞു. ശരിയാണല്ലോ. ഇവിടെ ഒരു എഫക്റ്റുമില്ല. അതിൻ്റെ നെറ്റ് എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 3,50,000. ഓക്കെ, 1 ലക്ഷം. ഓക്കെ, 50,000. ഓക്കെ, 0 + 0 + 0 ഈസ് ഈക്വൽ ടു 1 ലക്ഷം പ്ലസ് 5 ലക്ഷം. 1 ലക്ഷം പ്ലസ് 5 ലക്ഷം. ഓക്കെ, 4 ട്രാൻസാക്ഷൻസ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കാണാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ എഴുതിയിട്ടുള്ള ഈ 4 ട്രാൻസാക്ഷന് ഇതിലെല്ലാം നമുക്കങ്ങ് പതുക്കെ അങ്ങ് തട്ടാം. എന്നിട്ട് ഇത് മാത്രം മുകളിൽ കയറ്റി എഴുതാം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുള്ളൂ. ഇതുവരെ ഉള്ളതെല്ലാം കുഴപ്പമില്ല. ഇതുവരെ ടാലിയായി നോക്ക്. റൈറ്റ് സൈഡിൽ 1 ലക്ഷം 5 ലക്ഷം കൂടി 6 ലക്ഷം. ഇവിടെ 3,50,000 3,50,000 4,50,000 50,000. ഇവിടെ സ്റ്റോക്ക് 1 ലക്ഷം ഉണ്ട്. നിങ്ങളുടെ സാറ് ഒത്തിരി മന്ദബുദ്ധിയാണ്. 0യുടെ 1 ലക്ഷം കൂട്ടിയപ്പോൾ സാറ് 0 എടുത്ത് എഴുതി. സാറ് സ്പീഡ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം സാറിന് തെറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ തെറ്റ് ക്ലാസ്സിൽ വരുത്തുന്നത് സാറാണ്. കാര്യം സാറ് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോഴും
നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ് ആ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിഗേഴ്സ് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റ് വന്നേക്കാം. ഓക്കെ, 1 ലക്ഷം 5 ലക്ഷം കൂട്ടി 6 ലക്ഷമാണ്. 350 450 5 6 ലക്ഷം ഓക്കെ ആണല്ലോ. ഇനി പതുക്കെ ഓരോ തലക്കെട്ടിനും താഴെ ക്യാഷിന് താഴെ 350 എഴുതണം. ഓക്കെ, ഒന്ന് തട്ടിക്കോട്ടാ, തട്ടിയിട്ട് ഒന്ന് നീറ്റായിട്ട് തട്ടിയിട്ട് ഏറ്റവും അവസാനത്തെ ഫിഗർ മാത്രം അത് തട്ടിയാൽ വീണ്ടും ആദ്യം മുതൽ പ്രോബ്ലം ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും തട്ടിയിട്ട് പതുക്കെ ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇത് 3,50,000 ക്യാഷ് പൊസിഷൻ ശരിയാണല്ലോ. ലാൻഡ് 1 ലക്ഷം, മെഷീനറി 50,000, സ്റ്റോക്ക് 1 ലക്ഷം. ബാങ്കിനെ കുറിച്ച് മിണ്ടിയില്ല, ഫർണിച്ചറെ കുറിച്ച് ഒന്നും വന്നില്ല. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷം, ക്യാപിറ്റൽ 5 ലക്ഷം. നല്ല കുട്ടികളാണ്. ചില കുട്ടികളൊക്കെ എന്താ അങ്ങ് പോകേണ്ടതാണ്, ഡോക്ടറേറ്റൊക്കെ നേടേണ്ട കുട്ടികളാണ്. ക്യാഷ് 3,50,000. ഓക്കെ, ലാൻഡ് 1 ലക്ഷം. കാര്യം ലാൻഡ് 1 ലക്ഷത്തിൽ ലാൻഡാണ് വാങ്ങിയത്. മെഷീനറി 50,000, 50,000 മെഷീനറി വാങ്ങിയത്. ഗുഡ്സ് സ്റ്റോക്ക് 1 ലക്ഷത്തിനാണ് വാങ്ങിയത്. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷമാണ്. കാര്യം അപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഗുഡ്സ് വാങ്ങിയത് കടത്തിനാണ്. 1 ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ലയബിലിറ്റി. ക്യാപിറ്റൽ 5 ലക്ഷമാണ്. ഓക്കെ ആയല്ലോ. ഇനി ക്യാഷ് 3,50,000 വന്നത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമേഷ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് 5 ലക്ഷം രൂപ കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കുട്ടി അല്ലല്ലേ പറഞ്ഞു കൊടുക്കുക, 5 ലക്ഷം കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിയല്ലോ. അപ്പോൾ 5 ലക്ഷത്തിൽ 1 ലക്ഷത്തിൻ്റെ ലാൻഡ് വാങ്ങിയാൽ ഇനി ഞങ്ങളുടെ കയ്യിൽ 4 ലക്ഷമല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് കുട്ടി പറഞ്ഞു കൊടുക്കുക. പിന്നീടാണ് 50,000 രൂപയുടെ മെഷീനറി വാങ്ങിയത്. 50,000 രൂപയുടെ മെഷീനറി വാങ്ങിയപ്പോഴും നമ്മളെ 4 ലക്ഷത്തിന് 50,000 പോയപ്പോഴും ബാക്കി ക്യാഷ് 3,50,000 ആണല്ലോ കേട്ടോ. ഇനി ഗുഡ്സാണ് വാങ്ങിയത് കേട്ടോ 1 ലക്ഷത്തിന്. ഓൺ ക്രെഡിറ്റാണ്, കടത്തിനാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഒന്നും പോകുന്നില്ലല്ലോ. 3 ലക്ഷം. അപ്പോൾ ക്യാഷ് പൊസിഷൻ 3,50,000 തന്നെയാണ്. ഇങ്ങനെ കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര എളുപ്പം, മനസ്സിലാക്കി എളുപ്പമാണ്. ഇത് പഠിക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ, അടുത്ത നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ. ഓൺ 25th January 2008 ഡെപ്പോസിറ്റ് ₹2 lakhs ഇൻ ബാങ്ക്. കണ്ടോ, പറഞ്ഞു കൊടുക്കണ്ട. ഞങ്ങളുടെ ക്യാഷ് 2 ലക്ഷം രൂപ ഉണ്ടല്ലോ, ക്യാഷ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ക്യാഷ് ഉണ്ടാ. ക്യാഷ് ഡെപ്പോസിറ്റ് ₹2 lakhs ഇൻ ബാങ്ക്. ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് 2 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ്, ബാങ്ക് കൊണ്ട് നിക്ഷേപിക്കുകയാണ്. ഓക്കെ, ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് 2 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് എത്ര രൂപ കുറയുകയാണ്? 2 ലക്ഷം രൂപ കുറയുകയാണ്. ശരിയാണല്ലോ. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായില്ല? ഇവിടെ എന്താ വ്യത്യാസം? ഇല്ല. ഇവിടെയും വ്യത്യാസം ഇല്ലല്ലേ. ഞങ്ങൾ 2 ലക്ഷം രൂപ ഞങ്ങളുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇരിക്കുന്ന, ഞങ്ങളുടെ അക്കൗണ്ട് ബാങ്കിൽ ഇരിക്കുന്ന ഒരേ കണക്കാ. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ ഇരിക്കുകയും ബാങ്കിൽ പൈസ എടുക്കുക നമുക്ക് നല്ലത്. കാര്യം മോർ സേഫ്, വളരെ സേഫാണ്. ശരിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ 2 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് കൊണ്ട് പറഞ്ഞു. അവർ ക്യാഷ് ഇൻ ബാങ്ക്, ഞങ്ങളുടെ പൈസ ബാങ്ക് കിടക്കുകയാണ്. അങ്ങനെ ബാങ്ക് എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് എത്ര വന്നിട്ട് 2 ലക്ഷം വന്നിട്ടുണ്ട്. ഫർണിച്ചറെ കുറിച്ച് സംസാരിക്കുന്നില്ല. ക്രെഡിറ്റേഴ്സിന് ഒരു എഫക്റ്റും വന്നിട്ടില്ല. ക്യാപിറ്റലിന് ഒരു എഫക്റ്റും വന്നിട്ടില്ല. ഓക്കെ, നെറ്റ് എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം. ഉണ്ട്, ഇതൊന്ന് ടിക്ക് ചെയ്യണം, അല്ലെ പിന്നെ നമുക്കൊരു പ്രശ്നമോ. 3,50,000 രൂപ ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ കൊണ്ട് ആ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചേക്കുന്നു. ഇനി 1,50,000 ഉള്ളു. ലാൻഡ് 1 ലക്ഷം തന്നെയാണ്. മെഷീനറി 50,000 തന്നെയാണ്. സ്റ്റോക്ക് 1 ലക്ഷം തന്നെയാണ്. ബാങ്കിൽ ഇനിയിപ്പോൾ നമ്മളെ ബാങ്കിൽ നേരത്തെ പൈസ ഒന്നുമില്ല. ഇപ്പം ബാങ്കിൽ ഞങ്ങൾ 2 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ 2 ലക്ഷമാണ്. ഇതുവരെ ഫർണിച്ചർ വാങ്ങിയിട്ടില്ല. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷം തന്നെയാണ്. ക്യാപിറ്റൽ 5 ലക്ഷം തന്നെയാണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 6 ലക്ഷമായിരിക്കും. ഇവിടെ നിന്ന് 2 ലക്ഷം കുറയ്ക്കുകയും ഇവിടെ 2 ലക്ഷം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്.
പിന്നെന്താ, അത് 6 ലക്ഷം തന്നെ ആയിരിക്കും. ഒന്ന് നോക്കിയാൽ മതി. അടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞ്, നിങ്ങളെന്തിനാ എന്നെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? On 26th January 2008 purchase furniture for rupees 25,000. 25,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ഇന്ന് കൈയൊന്നെടുത്ത് കാണിച്ച് 25,000 രൂപയുടെ ഫർണിച്ചർ നമുക്ക് സ്വന്തമാക്കുകയാണ്. അതിന് പകരം നിങ്ങൾ 25,000 രൂപ ക്യാഷ് കൊടുക്കണം. ശരിയാണല്ലോ? അപ്പോൾ ക്യാഷ് 25,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയപ്പോൾ നിങ്ങളുടെ ക്യാഷ് 25,000 രൂപ കുറഞ്ഞു. ശരിയാ? ലാൻഡ് നോ ചേഞ്ച്, മെഷറിക്ക് ചേഞ്ചില്ല, സ്റ്റോക്കിന് ചേഞ്ചില്ല, ബാങ്കിൽ ചേഞ്ചില്ല. പുതിയ ഫർണിച്ചർ എത്രയിന് വന്നു? 25,000-ന് വന്നു. ശരിയാണല്ലോ? ഇവിടെ ചേഞ്ചില്ല, ഇവിടെ ചേഞ്ചില്ല. ഓക്കേ. 1,50,000 ഫർണിച്ചർ വാങ്ങാൻ 25,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ 1,25,000 ഉള്ളു. 1,00,000 അത് പണ്ട് വാങ്ങിയ ലാൻഡാ. 50,000 പണ്ട് വാങ്ങിയ മെഷറിയാ. 1,00,000 പണ്ട് വാങ്ങിയ ഗുഡ്സ് വാങ്ങി ഇവിടെ എത്തുമ്പോൾ സ്റ്റോക്ക് നമ്മൾ പറയും. ഒത്തിരി ഒരു ദിവസത്തിന് മുമ്പേ ഞങ്ങൾ കൊണ്ട് ബാങ്കിൽ 2,00,000 രൂപ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാഷിൽ 25,000 രൂപ കുറയാൻ കാരണം യവൻ വാങ്ങിയതുകൊണ്ടാണ്, ഫർണിച്ചർ വാങ്ങിയതുകൊണ്ടാണ്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, പഴയത് തന്നെ. ഇവിടെയും വ്യത്യാസമില്ല. എത്ര തന്നെയാണ്? 5 ലക്ഷം തന്നെയാണ്. എന്തെളുപ്പം! അക്കൗണ്ടൻസി പ്രോബ്ലം, അക്കൗണ്ട്സ് പോലെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ ഇത്രയും വർഷമായിട്ട് ശ്രമിക്കുകയാണ്. എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് അക്കൗണ്ട്സ്. അതുപോലെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ഞാൻ പലയിടത്തും നോക്കിയിട്ട് ഇത്ര എളുപ്പമുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. അത്ര എളുപ്പമുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ കോടീശ്വരനാക്കുന്ന ഒരു സബ്ജക്റ്റ്. ഓക്കെ. On 27th January 2009 introduced additional cap rupees 1,00,000. 27th January 2008 ഞങ്ങളുടെ ആളുണ്ടല്ലോ, ഉമേഷ് ഉണ്ടല്ലോ, ഇൻട്രൊഡ്യൂസ്ഡ് വീണ്ടും കൊണ്ടുവന്നു ക്യാപിറ്റൽ 1,00,000 രൂപ കൊണ്ടുവന്നു. നേരത്തെ കൊണ്ടുവന്ന ക്യാപ്പിൽ 5 ലക്ഷമായിരുന്നു. വീണ്ടും പുള്ളിക്കാരൻ 1,00,000 രൂപ കൊണ്ടുവന്നു. അപ്പോൾ അയാൾ 1,00,000 രൂപ, അദ്ദേഹം 1,00,000 രൂപ കൊണ്ടുവരുമ്പോഴേ 1,00,000 രൂപ ക്യാഷ്, 1,00,000 രൂപ ഇങ്ങ് വരുന്നത് കണ്ട. 1,00,000 രൂപ വന്നിട്ടുണ്ടല്ലോ. ലാൻഡിൽ വ്യത്യാസമില്ല, മെഷറിയിൽ വ്യത്യാസമില്ല, സ്റ്റോക്കിൽ വ്യത്യാസമില്ല, ഇതിൽ വ്യത്യാസമില്ല. ഇതൊന്നും എന്തിനാ പറയുന്നത്? ബാങ്കിൽ വ്യത്യാസമില്ല, ഫർണിച്ചറിൽ വ്യത്യാസമില്ല, ക്രെഡിറ്റേഴ്സ് വ്യത്യാസമില്ല. ആരംഭത്തിൽ 5 ലക്ഷം രൂപ കൊണ്ടുവന്ന ആൾ ക്യാപ്പിൽ കുറവെന്ന് പുള്ളിക്ക് തോന്നി. വീണ്ടും എത്രയൂടെ കൊണ്ടുവരികയാണ്? 1,00,000 കൂടെ കൊണ്ടുവരികയാണ്. പുള്ളിക്കാരൻ്റെ ക്യാപ്പിൽ പൊസിഷൻ ഒന്ന് മാറുമല്ലോ. 5 ലക്ഷത്തിൻ്റെ ക്യാപ്പിൽ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. 1,00,000 കൂടെ കൊണ്ടുവന്നു, 6 ലക്ഷം ഉണ്ടായി. കുട്ടി പറഞ്ഞു കൊടുക്കുക, 5 ലക്ഷം രൂപ പുള്ളിക്ക് ക്യാപ്പിലുണ്ട്. അതിൽ 1,00,000 രൂപ പുള്ളി പിൻവലിച്ചാൽ നിങ്ങൾക്കറിയാം ഇനി പുള്ളിക്ക് 5 ലക്ഷം ക്യാപ്പിലില്ല, 4 ലക്ഷമുള്ളൂ. 5 ലക്ഷം രൂപ ക്യാപ്പിലിനോടൊപ്പം പുള്ളിക്കാരൻ 1,00,000 രൂപ കൊണ്ടുവന്നു എന്നാണ് പറയുക. പുള്ളിക്കാരൻ്റെ ക്യാപ്പിൽ 6 ലക്ഷം ആകുകയാണ്. നമുക്ക് ഒന്ന് നെറ്റ് എഫക്റ്റ് ഒന്ന് നോക്കാമല്ലോ. 2,25,000, 1,25,000 ഉള്ളതെന്ന് 1,00,000 കൂടെ ക്യാഷായിട്ട് കൊണ്ടുവന്ന് 1,00,000 പ്ലസ് 50,000 ശരിയാണല്ലോ, പ്ലസ് 1,00,000 ഓക്കെ, പ്ലസ് 2 lakhs പ്ലസ് 25,000 ഓക്കെ ഈസ് ഈക്വൽ ടു 1 lakh പ്ലസ് 6 lakhs. അക്കൗണ്ട് ഇക്വേഷൻ കറക്റ്റാണെന്നൊന്ന് ടോട്ടൽ 7 ലക്ഷം. ഇവിടെ കൂട്ടിയാൽ തെറ്റിപ്പോകുന്നതോ? 2,25,000 25,000 കൂട്ടി 2,50,000. 3, 4, 5, 7 ടാലിയാണ്. നിങ്ങളുടെ കാൽക്കുലേറ്റർ, എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല. ഓക്കെ. ലാസ്റ്റ് ജി എന്താ ടിക്കറ്റ് എച്ച് കഴിയുമ്പോൾ ജോലി കഴിഞ്ഞു. കാര്യം ഇവിടെ താഴോട്ടൊന്നും അങ്ങ് കാണാൻ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ. ഓൺ 30th January 2008 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് rupees 2 lakhs. നിങ്ങൾ വീണ്ടും പോയി 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണല്ലേ. ഓക്കെ. ഓൺ ക്രെഡിറ്റ് അല്ല, ഓൺ ക്യാഷാണ്. ഉടൻ തന്നെ അറിയാം, നിങ്ങൾ 2 ലക്ഷം രൂപ കൊടുത്തു ഗുഡ്സ് വാങ്ങിയാണ്. ക്യാഷിൽ നിന്ന് 2 ലക്ഷം രൂപ കുറയുന്നു.
ലാൻഡിന് വ്യത്യാസമില്ല, മെഷറിക്ക് വ്യത്യാസമില്ല, സ്റ്റോക്കിന് വ്യത്യാസമില്ല എന്ന് പറയാനൊക്കില്ല. നിങ്ങൾ ഗുഡ്സ് വാങ്ങിയാണ്, 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങിയാണ്, സ്റ്റോക്ക് കൂടുകയാണ്, 2 ലക്ഷം ഇവിടെ കൂടുന്നുണ്ട്. ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ വ്യത്യാസമില്ല. നെറ്റ് എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം. 2,25,000 ഉള്ളപ്പോഴാണ് 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയത്. ഇനി നിങ്ങളുടെ കയ്യിൽ 25,000 ഉള്ളു. ലാൻഡ് പഴയ 1 ലക്ഷം തന്നെയാണ്, മെഷറി പഴയ 50,000 തന്നെയാണ്, സ്റ്റോക്ക് നേരത്തെ 1 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിയിരുന്നു രാജുവിൻ്റെ നിന്ന്. കൂടാതെ ഇപ്പോൾ ക്യാഷ് കൊടുത്ത് 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കൂടെ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൂടുമെന്ന് നിങ്ങൾക്കറിയാം. 2 ലക്ഷം, അതിൽ വ്യത്യാസമില്ല. ബാങ്കിൽ 2 ലക്ഷം രൂപ കിടക്കുകയാണ്. ഫർണിച്ചറിൽ വ്യത്യാസം വന്നിട്ടില്ല. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷമാണ്, ക്യാപിറ്റൽ 6 ലക്ഷമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു 8 അഡ്ജസ്റ്റ്മെൻറ്റുള്ള പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള 10 വർഷത്തെ പ്രോബ്ലത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം. വാസ്തവത്തിൽ ക്ലാസ് ചെയ്യേണ്ട, നിങ്ങൾ ഈ പീരീഡൊക്കെ കഴിഞ്ഞ് ക്ലാസ് വരുമ്പോൾ ക്ലാസ് റൂമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ തീരുമാനം അങ്ങ് മാറ്റി. ടാലിയായോ എന്ന് നോക്കാം. അസറ്റ് സൈഡ് നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ഓക്കെ, അസറ്റ് സൈഡിൽ ക്യാഷ് പൊസിഷൻ 25,000 രൂപ ക്യാഷ് പൊസിഷൻ ഉണ്ട്. ലാൻഡ് 1 ലക്ഷം ഉണ്ട്, ശരിയാണല്ലോ. 50,000 മെഷറി ഉണ്ട്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് 3 ലക്ഷം ഉണ്ട്, ശരിയല്ല. 2 ലക്ഷം രൂപ നിങ്ങൾ ബാങ്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. 25,000 രൂപയുടെ ഫർണിച്ചറുണ്ട്. അസറ്റ് സൈഡ് ഓക്കെ ആണ്. ടോട്ടൽ ഒന്ന് ചെയ്ത് നോക്കാം. 0, 0, 0, 10 സിസ്റ്റം 1, 3, 8, 10 സിസ്റ്റം 1, 2, 5, 7, ടോട്ടൽ 7 ലക്ഷമാണ്. ലൈറ്റ് സൈഡിൽ ടോട്ടൽ നോക്കണ്ട, ഒറ്റ നോട്ടത്തിൽ അറിയാം. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷമാണ്, ക്യാപിറ്റൽ 6 ലക്ഷമാണ്. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 7 ലക്ഷം കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ അക്കൗണ്ട് ഇക്വേഷൻ എന്തായി എന്ന് പറയും, ടാലി ആയി എന്നാ പറയുക. ഓക്കെ, സംശയമുണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, thank you very much. See you on next day.